ജോർജിന്റെയും മലർമിസിന്റെയും പ്രണയം കേരളത്തിലാകെ അലയടിച്ച ഒന്നായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ചർച്ചാ വിഷയമായ പ്രേമത്തിന് ഇന്ന് 10 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. മലയാളത്തിൽ പുതിയ ട്രെൻഡ് സെറ്ററായി എത്തിയ ചിത്രമായിരുന്നു നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം. 2015 മെയ് 29-നായിരുന്നു സിനിമ റിലീസ് ചെയ്തത്. മലയാളത്തിനു പുറമെ തമിഴ്നാട്ടിലും പ്രേമം വലിയ വിജയമായിരുന്നു. തമിഴ്നാട്ടിൽ 200 ദിവസത്തോളമാണ് പ്രേമം പ്രദർശിപ്പിച്ചത്. നിവിൻ പോളി അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രത്തിന്റെ കൗമാരം മുതലുള്ള 3 കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളായിരുന്നു പ്രേമം സിനിമയിൽ അവതരിപ്പിച്ചത്. മലയാളി പിള്ളേർക്ക് പലപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥ പറച്ചിൽ ആ സമയത്ത് സിനിമയുടെ വലിയ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. ആ സമയത്ത് പ്രേമം കോളേജുകളിൽ വലിയ ട്രെൻഡ് ആവുകയും ചെയ്തിരുന്നു. അതിനപ്പുറം മലയാളത്തിലേക്ക് ഒരുപിടി നല്ല താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും സംഭാവന ചെയ്ത ചിത്രം കൂടിയായിരുന്നു പ്രേമം. പുതുമുഖ താരങ്ങളായി എത്തിയ സായ് പല്ലവി, അനുപമ പരമേശ്വരൻ, മഡോണ സെബാസ്റ്റ്യൻ എന്നിവർ പിന്നീട് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ വലിയ താരങ്ങളായി മാറുകയും ചെയ്തു. ചിത്രത്തിലെ ഗാനങ്ങളും കഥാപാത്രങ്ങളും എന്തിന് കോസ്റ്റ്യൂം പോലും അന്നത്തെ യുവതലമുറ ഏറ്റെടുത്തിരുന്നു. അൽതാഫ്, ഷറഫുദ്ദീൻ, ശബരീഷ്, കൃഷ്ണപ്രസാദ്, സിജു വിൽസൺ എന്നിവർക്കൊപ്പം രഞ്ജി പണിക്കർ, വിനയ് ഫോർട്ട്, സൗബിൻ ഷാഹിർ, മണിയൻ പിള്ള രാജു തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അൻവർ റഷീദായിരുന്നു ചിത്രം നിർമ്മിച്ചത്. ചിത്രം പിന്നീട് തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തെലുങ്കിലെ പ്രേമത്തിന് പ്രേക്ഷകർക്കിടയിൽ അത്ര ഓളമുണ്ടാക്കാൻ സാധിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ്.